ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ജാക്കിൻ്റെ തന്നെ മറ്റൊരു മോഡലായ ജാക്ക് AMH അല്ലെങ്കിൽ ജാക്ക് A5E എന്ന മോഡൽ നമ്പറിലുള്ള മെഷീൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം മെഷീൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ ഒന്ന് കണ്ടേക്ക്. ആ വീഡിയോ കഴിഞ്ഞ ഉടനെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. എങ്ങനെയുണ്ട് മക്കളെ വീഡിയോ? ഒരു 6 വീഡിയോ അല്ലേ നിങ്ങൾ കണ്ട്. ഇനി ആ മെഷീൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കേട്ട് നോക്കിക്കോട്ടോ. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത, ഫസ്റ്റ് എടുത്ത് പറയേണ്ട കേസ്, ഇതിൽ AI ചിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത. അത് കൂടാതെ ഈ മെഷീനും ടാങ്ക് വരുന്നില്ല. ഓയിൽ ടാങ്ക് മെഷീനിൽ തന്നെ ഇൻബിൽട്ടായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ടോർക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, 10-15 മടക്ക് ജീൻസൊക്കെ വെച്ച് അടിക്കുന്നത്, മെറ്റൽ ഷീറ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന മെഷീനാണത്. നമ്മൾ ഒരു സെറ്റിങ്സ് മാറ്റിയിടണ്ട. കാരണം ഇതിൽ സെൻസർ ഉണ്ട്. നമ്മൾ വയ്ക്കുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ളത് ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് പവർ വേണ്ടവിടെ പവർ കൂട്ടും, പവർ കുറയ്ക്കേണ്ടവിടെ പവർ കുറച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മാസ് രീതിയിൽ നമുക്കിതിൽ എടുക്കാൻ പറ്റും. നമ്മളുടെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കുന്ന പേപ്പറില്ലേ, A4 ഷീറ്റ്, ആ A4 ഷീറ്റ് 100 എണ്ണം ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ഈ മെഷീനിൽ നമുക്ക് 100 A4 ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ട് കട്ടിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ, ആ പ്രഷർ ഫുഡ് ഇങ്ങനെ ലിഫ്റ്റ് ആകാത്ത പോലെയുള്ളൊരു കണ്ടീഷനിൽ നിൽക്കുന്നില്ലേ. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കട്ടിയുള്ള ഏരിയയിൽ കൂടെ അത് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്യും. പ്രഷർ ഫുഡ് ലിഫ്റ്റ് ആകുന്നത് വരെ മോട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടുന്നതും കുറയ്ക്കുന്നതും മോട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ പ്രഷർ ഫുഡ് ലിഫ്റ്റ് ചെയ്യുന്ന കേസ് ഞാൻ പറഞ്ഞില്ലേ, മോട്ടർ. അതുപോലെ തന്നെ ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നല്ലൊരു വലിയ സ്ക്രീനാണ് വന്നിട്ടുള്ളത്, ഇതിൻ്റെ പാനൽ ബോർഡ്. വേറെ എന്താ പറയുക, സ്റ്റിച്ച് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് സ്റ്റിച്ച് ലെങ്ത്ത് റെഗുലേറ്ററോ അല്ലെങ്കിൽ കെട്ടിടുന്നതിന് വേണ്ടി റിവേഴ്സ് ലിവറോ ഒന്നുമില്ല. എല്ലാം പാനൽ ബോർഡിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഓയിൽ ടാങ്ക് ഇൻബിൽറ്റ് ആയതുകൊണ്ട് ഓയിൽ ലീക്കേജിൻ്റെ പ്രശ്നവും വരില്ല. അത് കൂടാതെ തന്നെ നിങ്ങളുടെ മെഷീനിൽ ഒഴിക്കുന്ന ഓയിൽ സാധാരണ 4 മാസം 5 മാസം കൂടുമ്പോഴേക്കും ചീത്തയാകുന്നത് കുറേ അധികം, അതായത് 6-7 മാസത്തോളം ഒരു കേടും കൂടാതെ അഴുക്കൊന്നും പറ്റാതെ ഇരിക്കും. ഓയിലിൽ അഴുക്ക് പറ്റിയില്ലെങ്കിൽ മെഷീൻ്റെ ഉള്ളിലോട്ടും അഴുക്കൊന്നും പറ്റുന്നില്ല. കമ്പനി പറയുന്നത് 2 ലക്ഷം സ്റ്റിച്ചിങ് പാറ്റേണുകൾ ഈ മെഷീനിൽ എന്താ പറയുക ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഏത് മെറ്റീരിയലാണോ കൊടുക്കുന്നത് എന്നുള്ളത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലക്ഷം ഡാറ്റയാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിൽ മെഷീൻ തന്നെ നമ്മൾ വയ്ക്കുന്ന മെറ്റീരിയൽ സെൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നൂല് പൊട്ടാതെ അടിക്കാൻ പറ്റുകയും ചെയ്യും. ഒരുപാട് കനം കുറഞ്ഞ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ എന്താ പറയുക പക്കറിങ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി കനം കുറഞ്ഞതും കട്ടി കൂടിയതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു ബേസ് മോഡൽ മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല. കട്ടിയുള്ളത് അടിക്കാനും കനം കുറഞ്ഞത് അടിക്കാനും വെവ്വേറെയാണ് മെഷീൻ വരാറ്, ലൈറ്റ് ഡ്യൂട്ടി ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട്. ഈ മെഷീനിലാണെങ്കിൽ നമുക്ക് ഈ 2 ഡ്യൂട്ടിയും, അതായത് ഹെവി ഡ്യൂട്ടിയും ലൈറ്റ് ഡ്യൂട്ടിയും, തുണി അടിക്കാം, ജീൻസ് അടിക്കാം, മെറ്റൽ ഷീറ്റ് അടിക്കാം, കട്ടിയുള്ള പേപ്പറുകൾ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ ഈ ഒറ്റൊരു മെഷീനിൽ നടക്കും. അതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പാനൽ ബോർഡിൻ്റെ ഡീറ്റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായും ഡിജിറ്റൽ ആയിട്ടുള്ള പാനലാണ് വരുന്നത്. അതിലെല്ലാം ഷോർട്ട് കട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രിമ്മറിൻ്റെ ഓൺ ഓഫ്, അതുപോലെ തന്നെ കെട്ടിടുന്ന സമയത്ത് മെഷീൻ സൈലൻ്റ് ആയിരിക്കും. പ്രഷർ ഫുഡ് പൊക്കാനുള്ളതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, സ്റ്റിച്ചിൻ്റെ നീളം കൂട്ടുന്നതും സ്വിച്ചിൻ്റെ സഹായത്തോടു കൂടിയാണ്, അതായത് നമ്മുടെ പാനൽ ബോർഡിൽ. പിന്നെ ഇത് വോയിസ് ഉള്ള ഇതാണ്, അതായത് സ്പീക്കറുണ്ട് ഇതിനകത്ത്.
പിന്നെ ഇതിൻ്റെ മറ്റൊരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഡെക്കറേറ്റീവ് സ്റ്റിച്ചസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്റ്റിച്ചിൻ്റെ മേലെ തന്നെ ഒരുപാട് ഡിസൈൻ പോലെയുള്ള സ്റ്റിച്ചസ് നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായി കണ്ടാൽ തന്നെ വീഡിയോയിൽ തന്നെ ഓരോരോ സെക്ഷനും പ്രത്യേകം നോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് മനസ്സിലാവും. പിന്നെ സാധാരണയുള്ള മെഷീനെക്കാട്ടി കുറച്ചും കൂടി ആം ഹോൾ വലുതാണ്. നമുക്കിപ്പോൾ ജാക്കറ്റ് അതുപോലെയുള്ള വലിയ എന്താ പറയുക വലിയ വലിയ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഏരിയയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടേബിളല്ല പറഞ്ഞ് മെഷീൻ്റെ ഉള്ളിൽ തന്നെ ഏരിയ കൂടുതലാണ്. പിന്നെ അത് കൂടാതെ സാധാരണ എല്ലാ മെഷീനിലും ഉള്ളതുപോലെ തന്നെ LED ലൈറ്റ്, അതുപോലെ തന്നെ നീഡിൽ പൊസിഷൻ്റെ സ്വിച്ച്, പിന്നെ കെട്ടിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്തും വെക്കാം. ഫ്രണ്ട് ബാറ്റാക്ക്, എൻഡിങ് ബാറ്റാക്ക് എന്നൊക്കെ പറയും. അത് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. അത് കൂടാതെ നമുക്ക് സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൂടെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, പ്രഷർ ഫുഡിൻ്റെ ഹൈറ്റ് 13 mm വരെ ഹൈറ്റ് കൂട്ടാം. പിന്നെ അത് കൂടാതെ തന്നെ ഓട്ടോമാറ്റിക് സെൻസ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ലിഫ്റ്റിംഗ് വരുന്നത് നമുക്ക്. അതായത് ജസ്റ്റ് പുറകിലേക്ക് ചവിട്ടി കഴിഞ്ഞാൽ പ്രഷർ ഫുഡ് പൂർണ്ണമായും മുഴുവനായിട്ടുള്ള ഹൈറ്റിലേക്ക് പൊന്തി വരും. പിന്നെ ഓയിൽ ഇൻബിൽറ്റ് ആയതുകൊണ്ട് ഓയിൽ ലെവൽ അറിയാനുള്ള സ്ക്രീനിൽ തന്നെ നമുക്ക് ഓയിൽ ലെവൽ അറിയാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ജാക്ക് AMH അല്ലെങ്കിൽ A5E എന്നുള്ളൊരു മോഡൽ. ഈ പറഞ്ഞ AI ചിപ്പോട് കൂടിയിട്ടുള്ള മെഷീനാണ്. പിന്നെ സ്പീക്കർ, പിന്നെ ഫ്രണ്ട് ബാറ്റാക്ക്, എൻഡിങ് ബാറ്റാക്ക്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പാനൽ ബോർഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മാസ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയ മെഷീനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരാരും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാറില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും മെഷീനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മെഷീൻ്റെ മോഡലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ എൻഡ് വരെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ജാക്ക് A5E എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മുടെ വീഡിയോ ആരും അങ്ങനെ ഫുള്ളായിട്ട് കാണാറില്ല. അപ്പോൾ എത്ര പേര് കാണുന്നുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് അറിയാലോ. അപ്പോൾ ഇതിൽ ബാക്കി ഇപ്പോൾ സ്ക്രീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ 4333 എന്ന് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ വരുന്നതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ആ ഏറ്റവും ടോപ്പിൽ കാണുന്നത് സ്റ്റിച്ചിൻ്റെ എണ്ണം കൂട്ടാനും തൊട്ട് താഴെയുള്ളത് സ്പീഡ് കൂട്ടാനുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തുടക്കത്തിൽ കണ്ടില്ലേ കെട്ടിട്ട് വരുന്നത്. ഇപ്പോൾ ടാങ്ക് കണ്ടോ, ടാങ്ക് നമുക്ക് താഴെ ജസ്റ്റ് ഒരു ട്രേ മാത്രമേ ഉള്ളൂ. ബാക്കി ഓയിൽ ഒഴിക്കുന്നതെല്ലാം മുകളിലൂടെയാണ് ഇതിന് ഓയിൽ ഒഴിക്കുന്നത്. കാരണം താഴെ ടാങ്ക് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടാങ്ക് ഇൻബിൽട്ട് ആണെന്ന്. അപ്പോൾ ഇങ്ങനെ മുകളിൽ കൂടെ ഒഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും എന്താ പറയുക ഓയിലിൽ പൊടി കാര്യങ്ങളൊന്നും ആവുന്നില്ല. അങ്ങനെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഉള്ള മെഷീനാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.